മുതൽ ഈ വീട് വിട്ട് നീ വെളിയിൽ പോരുത്. പോയാൽ നിന്നെ കാര്യം തന്നെ കേട്ടോ. ഒരേ നിറം എല്ലാ ടാക്സിക്കും 2 നിറം കാണുമല്ലോ, മഞ്ഞയും കറുപ്പും. എനിക്ക് എപ്പോഴും ഒരേ നിറം തന്നെയാ സാറേ. ഇതേ ടൂറിസ്റ്റ് ടാക്സിയാ. ഓഹോ, ഞാൻ എന്തിനാണ് ചോദിച്ചെന്ന് വെച്ചാ ഞാൻ ഒരു പെണ്ണ് നോക്കാൻ പോവാ. അയ്യോ, ആർക്ക് സാറിന്? എനിക്ക് പെണ്ണ് തരാ, എന്റെ മോനെ. അതുകൊണ്ട് തള്ളാനോ ഉന്താനോ ഇടവരുന്നത് വഴിയിൽ വെച്ചെന്നുള്ളതുകൊണ്ടാ. അങ്ങനെ ഒന്നും വരികയില്ല. ഇത് ഒരുപാട് കല്യാണം നടത്തിയിട്ടുള്ള കാറാ. സാർ കയറിയാട്ടെ. വലത് കാല് വെച്ച്. വലത് കാല? നിന്റെ കാലം ഇവിടെ ഇതാ വലത് കാല. നീ അതേ കാല് വെച്ച് കയറ്, കാല് മാറില്ല. അടങ്ങി ഒതുങ്ങിയൊക്കെ വരണം പറഞ്ഞേക്കാം. സാർ ഈ വീട്ടിലാണോ പെണ്ണ് നോക്കാൻ പോകുന്നത്? എന്താ ഈ വീട്ടിൽ പെണ്ണില്ലേ? ഇത് വലിയ ഇടം. പിന്നെ എന്റെ ഇടം ചെറുതാണോ? എന്റേതും വലുത് തന്നെ. അല്ല, ഇതാരാ? രാവിലെ വരുമെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കായിരുന്നു. സാറല്ലേ ഇരുന്നാട്ടെ. അപ്പോ കാപ്പിയാണോ ചായയാണോ എന്തോ? ഇപ്പൊ ഒന്നും വേണ്ട, അതൊക്കെ പിന്നെ ആവാം. ആദ്യം പെണ്ണിനെ കാണാം. അമ്മേ അമ്മേ അമ്മേ. പിശാച് വിളിക്കുമ്പോലല്ലേ കിടന്ന് വിളിക്കുന്നത്. വേഗം ഓമനെ ഇങ്ങോട്ട് അയക്കണം. കരയരുത് ഓമനെ, തലയിലെഴുത്ത് മാറ്റാൻ ഈ കണ്ണീരൊക്കെ തുടച്ച് നല്ല ചിരിച്ച മുഖത്തോടുകൂടി ഇപ്പൊ. എനിക്ക് ഈ നാളെ നക്ഷത്രം മുഹൂർത്തം ഇതിലൊന്നും ഒരു വിശ്വാസമില്ല കേട്ടോ. എനിക്കുമില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുള്ളത് ഒന്നേ ഉള്ളൂ, ഇവന്റെ തള്ള. അങ്ങനെയാണെങ്കിലേ ഈ ആഴ്ച ഒരു നല്ല മുഹൂർത്തം നോക്കി നമുക്ക് ഈ കല്യാണം നടത്തിക്കണം. ഈ പെണ്ണ് സുന്ദരി അല്ലേടാ? സുന്ദരി തന്നെ, പക്ഷേ മഹാപാപം ചെയ്തവളാ. അതെന്താ? അല്ലെങ്കിൽ തന്നെ കല്യാണം ആലോചിക്കുമോ? അതല്ല അച്ഛാ, ഇവൾ ആരെന്നറിയാമോ? കാണാറുന്നാരുടെ സഹോദരി അല്ല അച്ഛാ. മകൻ എന്തോന്നാ പറയുന്നത്? ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞുള്ള പാർട്ടിക്ക് ഫാറിൻ ലിക്കർ തന്നെ വേണമെന്നാവും പറയുന്നത്. അപ്പോ അടുത്ത ഞായറാഴ്ച വിവാഹം. എന്താ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? കാപ്പിയൊന്നും കുടിക്കാം. അതെല്ലാം കല്യാണം കഴിഞ്ഞുള്ള പാർട്ടിക്ക് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അത് മതി. നേരെ പറയട്ടെ. ബാലാ, നിന്റെ MBBS നീ എപ്പോഴും പറയാറുള്ളത് പോലെ നിന്റെ മുമ്പേ ജനിച്ചവൻ തന്നടാ ഞാൻ. അച്ഛാ, അച്ഛാ, ആ പെണ്ണ് ഏത് പെണ്ണ്? ആ പെണ്ണ് ചുമ്മാ പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞ് പ്രാണം കളയാകട. അതല്ലച്ചാ, അവള് സദാ ഹോട്ടലുകളിൽ കയറി ഇറങ്ങുന്നവളാ. പിന്നെ അവള് ചുടുകാട്ടി കയറി ഇറങ്ങും. അല്ല ഊണ് കഴിക്കാനോ കാപ്പ് കുടിക്കാനോ പോയി. അതിനല്ല അച്ഛാ. അയ്യോ, ഈ അച്ഛന് പറഞ്ഞാലും മനസ്സിലാവില്ല. അവളെ അങ്ങനെ പണം സമ്പാദിക്കുന്നവളാ. അടിച്ചിത് ചെവിക്കുറ്റി ചേർത്തുകളെ ഞാൻ. ഒരു ലക്ഷപ്രഭുവിന്റെ സഹോദരി, നീ കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ വല്ല പെമ്പിള്ളനെയും കണ്ടിരിക്കും. അതുകൊണ്ടാണെന്ന് പറഞ്ഞ മകൻ പറയുന്നത് സത്യമാണ് സാർ. എന്താണ് സത്യം? താമൊരുത്ത് ദേഷ്യപ്പെടണ്ട സാർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടാക്സി ഡ്രൈവർമാർക്കേ അറിയാൻ ഒക്കൂ. ഞാൻ ഇവിടെ ഹോട്ടലിൽ വെച്ച് ധാരാളം കണ്ടിട്ടുണ്ട്. എടാ മഹാഭാവി കരുണാകര, നീ ഇങ്ങനെയാണോ പണം സമ്പാദിച്ചത്? നാണം കെട്ടവനെ. ആ പെണ്ണിനെ തന്നെ മകന് കെട്ടിച്ചു കൊടുക്കണമോ സാർ? ഈ ബന്ധം വേണോ? തിരിച്ചൂടെ, തിരിച്ചൂടെ. അല്ല, പോയുള്ളതിലേക്ക് തിരിച്ചു വന്നല്ലോ. അതിലേക്ക് മുഹൂർത്തം കുറിച്ചോ? മുഹൂർത്തം? തനിക്ക് നാണവും തുണയുമുണ്ട്.
തനിക്ക് ആണത്തുണ്ടോ? താൻ എങ്ങനെ പണം ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് തലയ്ക്ക് ലെവലില്ലേ? എനിക്ക് തലയ്ക്ക് ലെവലുണ്ട്. എന്റെ മോൻ മാത്രമേ കള്ളു കുടിക്കുള്ളൂ. താൻ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലേ? എന്തോന്ന് പറ്റിക്കാൻ? ആ ഒരു പണക്കാരൻ ന്യായവും മുറയും അനുസരിച്ച് ഞാൻ അന്ന് തന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചപ്പോ താൻ പ്രായത്തോന്നിന്ന് പറഞ്ഞ് എന്നെ വിരട്ടി വിട്ടു. പിന്നെ താൻ വലിഞ്ഞു കയറി വന്ന് എന്റെ കാല് വീണ് പെണ്ണ് തരാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചതാ എന്തോ കുണ്ടാൻ വേണ്ടി ഇതിനകത്തുണ്ടെന്ന്. ഇതിനെന്ത് കുണ്ടാവേണ്ടി? ഇങ്ങനെ എടോ, തന്റെ സഹോദരി ഓരോ ഹോട്ടലിലും കയറി ഇറങ്ങി പണം സമ്പാദിക്കുന്നോ ഇല്ലയോ? ഫുഡ് വെളിയിലായി പോയല്ലോ എന്നുള്ള ഭയം തന്നല്ലോ. ലക്ഷപ്രഭുവിന്റെ സഹോദരിക്ക് ഹോട്ടലിലോ? വലിയ ലക്ഷപ്രഭു തന്റെ സഹോദരിയെ ഹോട്ടലിൽ വെച്ച് എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ളതായി എന്റെ മോൻ പറയുന്നു. തന്റെ മോനൊരു പരമയോഗ്യ. മോൻ പോട്ടെ, വെറും ടാക്സി ഡ്രൈവർ പറയുന്നു. ടാക്സി ഡ്രൈവർ നീയാണോ ദ്രോഹി? ഈ വിവാഹം നടക്കരുത് നീ ചെയ്ത വേല അല്ലടാ ദ്രോഹി. ഓമന ഹോട്ടലിൽ പോയത് സത്യം. ഇനി പോയി തൂങ്ങി താകണോ? ഇതാ ബാല, ഞാൻ പറയുന്നത് 100% സത്യം. നിന്റെ അനുജത്തി ഹോട്ടലിൽ പോയല്ലേ? പോയോ ഇല്ലയോ എന്ന് അവളെ വിളിച്ച് ചോദിക്കണം. അവളില്ലെന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിക്കണം. പറഞ്ഞാൽ ഈ നിമിഷം കഴുത്തറുത്ത് ഇവിടെ ഞാൻ ചാവും. എടി ഓമനെ, എടി നീ ഹോട്ടലിൽ പോയടി. പോയി. എന്തിനു പോയി? പണത്തിന്. പണത്തിനോ? ആ പണം എന്തിനായിരുന്നു എന്ന് ആദ്യം ചോദിച്ചറിയണം. എന്തിനാണ് ഇതിനൊക്കെ പണം? വിജയൻ ചേട്ടന്റെ പഠിത്തത്തിന്. ചേട്ടൻ ഒരു കുടുംബത്തിന് കൊടുത്ത വാക്ക് ലംഘിച്ചു. അത് നിറവേറ്റാൻ വേണ്ടി അവൾ അവളുടെ അഭിമാനം ലംഘിച്ചു. ഒരു സ്ത്രീ വഴിതെറ്റിയാൽ അവൾ മാത്രമേ നശിക്കുകയുള്ളൂ. ഒരു പുരുഷൻ വാക്ക് തെറ്റിയാൽ എത്രയോ പേര് നശിക്കും. ഒരുത്തന്റെ പഠിത്തം പൂർത്തിയാക്കാൻ വേണ്ടി 4-5 പെൺപിള്ളേരുടെ ഭാവിക്ക് വേണ്ടി ഇവൾ ഹോട്ടലിൽ പോയി. ചേട്ടൻ ചെയ്ത തെറ്റ് മറ്റൊരു തെറ്റ് ചെയ്ത് അവൾ തിരുത്തി. ഇത് കുറ്റമാണോ ചേട്ടാ? വേണ്ടി വന്നാൽ ആ കുടുംബത്തിന് വേണ്ടി ഇനിയും ഇവൾ ഹോട്ടലിൽ പോകും. അവനെ പഠിപ്പിക്കാൻ വേണ്ടി നീ എന്തുകൊണ്ടടി നിന്റെ പ്രാണം കളഞ്ഞില്ല? നീ എന്തടി നിന്റെ മാനം കളഞ്ഞു? ഒരു സ്ത്രീക്ക് പ്രാണനേക്കാൾ വലുതാണ് മാനം. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കും. സ്വന്തം സഹോദരിയെ ഹോട്ടലിൽ പറഞ്ഞയച്ച ദുഷ്ട. അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. നീ ആരോടെ പറഞ്ഞു? ഞാൻ തന്നെയാണ് പറഞ്ഞയച്ചത്. ഞാൻ തന്നെയാണ് പറഞ്ഞത്. പറഞ്ഞയക്കുമോ? ഞാൻ പറയുന്നത് അതെ, നിങ്ങളും ഒരു ദിവസം ഹോട്ടലിൽ പോയില്ലേ? എന്താ ചേട്ടത്തി ഒന്നും മിണ്ടാത്തത്? ഹോട്ടലിൽ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരാണ്. അങ്ങനെ ഒരു തെറ്റെന്റെ പെങ്ങൾ ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുമോ ചേട്ടത്തി? അപ്പൊ നീ പറഞ്ഞതൊക്കെ കള്ളമാണോ? എല്ലാം ഉള്ളത് തന്നെയാണ്. ചേട്ടത്തിയെ രാജൻ എന്നൊരാൾ സ്നേഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കേസ് ജയിച്ചു. 5 ലക്ഷം രൂപ കിട്ടി. ആ രൂപ കൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം ഓമനയെ കണ്ടു. തങ്കമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഒരുക്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭം ഞങ്ങൾ പാഴാക്കിയില്ല ചേട്ടത്തി. ഞങ്ങൾ പണം വാങ്ങിച്ചത് ശരിയാണ്. ആ പണം എന്തായാലും തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എന്റെ കുഞ്ഞ്, എവിടെ പോന്നു? ന്യായം. അങ്ങ് ചെയ്ത ഉപകാരം ഞാൻ എത്ര ജന്മം എടുത്താലും മറക്കില്ല. അതിരിക്കട്ടെ, അതിനു മുമ്പായി നീ എനിക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്നൊരു വാക്ക് പറയണം. എന്തിന്? തങ്കമ്മയെ അറിയിക്കാതെ ഞാൻ വിവാഹം കഴിച്ചതിന്. ആരെ? എന്റെ കണ്ണിനും കരളിനും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. വിളിച്ചുകൊണ്ടുവരാൻ. അമ്മിണി, അമ്മിണി, എന്റെ അനിയത്തി.
ഞാനും ഓമനയും ഞങ്ങളുടെ ചേട്ടത്തിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു. സാറ് ചെയ്ത ഈ മഹത്തായ പ്രവൃത്തിയുണ്ടല്ലോ, ദൈവം സാറിന് നന്മ വരുത്തും.